പാലക്കാട് മണ്ണാർക്കാട് വീണ്ടും നിപ സംശയം. ലക്ഷണങ്ങളുമായി ചികിത്സയിലായിരുന്ന 58-കാരൻ മരിച്ചു. പരിശോധനാ ഫലം നാളെയാണ് ലഭിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് നേരത്തെ അവിടെ രോഗം സ്ഥിരീകരിച്ച ആളുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണോ? എന്തെങ്കിലും ആ തരത്തിൽ വിവരങ്ങൾ ഉണ്ടോ ശ്രീജിത്ത്? വിജയകുമാർ, ഒരു ഘട്ടത്തിൽ പോലും അവരുമായി യാതൊരു തരത്തിലും ബന്ധമുള്ള ആളല്ല ഈ പുതിയ ഈ കേസ് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മോട് പറയുന്നത്. 58 വയസ്സുള്ള പുരുഷനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അദ്ദേഹം കുമരംപുത്തൂർ സ്വദേശിയാണ് എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഒരു പ്രാഥമികമായ വിവരം മാത്രമാണ്. അല്പസമയം മുൻപാണ് ആ ഒരു മരണം നടന്നിരിക്കുന്നത്. പക്ഷേ അതിൽ ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിൽ കഴിയുന്നു എന്ന തരത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു സംശയമാണ് ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ട്രൂനാറ്റ് പരിശോധന നടത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ആരോഗ്യവകുപ്പ് നൽകുന്നില്ല. എന്തായാലും പരിശോധന റിസൾട്ട് ഇപ്പോൾ അങ്ങോട്ട്, അതായത് പരിശോധന റിസൾട്ട് ആരോഗ്യവകുപ്പിന് അയച്ചു നൽകും. അത് മഞ്ചേരിയിലെ വൈറോളജി ലാബിലേക്ക് നൽകിയിട്ടുണ്ട് ആ സ്രവം എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ആ മൃതദേഹം വിട്ടു നൽകുകയുള്ളൂ. അങ്ങനെ പരിശോധനാ ഫലം പോസിറ്റീവ് ആണെങ്കിൽ നിപ പ്രോട്ടോകോൾ അടക്കം പാലിക്കേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ ഒരു മരണം നടന്നത്. സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ട്രൂനാറ്റ് പരിശോധന നടത്തിയോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ നിപ സംശയമുണ്ട്. നിപ രോഗലക്ഷണങ്ങളോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ആൾ അവിടെ ചികിത്സയ്ക്കായി എത്തിയത്. ഇന്നാണ് മരണം സംഭവിച്ചത്.